in the last class, we have solved some problems of determinant based on the properties of determinants. And today, we are continuing the chapter. And also, we are discussing the topic inverse of a determinant. Inverse of a determinant. Determinant inverse കാണാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പ് കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് മൈനേഴ്സും കോഫാക്ടേഴ്സ്. ഓക്കെ ആണല്ലോ. മൈനേഴ്സ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. Then how can we define a minor? Okay, minor of an element aij is the determinant obtained by deleting the ith row and jth column. Okay, എന്താണ് മൈനർ ഓഫ് ആൻ എലമെന്റ് aij. aij എന്ന് പറഞ്ഞ എലമെന്റിന്റെ മൈനർ കാണുന്നത് എങ്ങനെയാണ്? അതിന്റെ ith റോയും jth കോളം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? മൈനർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ aij എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനറെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് mij എന്നാണ്. എന്താണ്? aij എന്ന് പറയുന്ന എലമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മൈനർ എന്ന് പറയുന്നത് mij ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യാം. a equal to a11 a12 a13 a21 a22 a23 a31 a33 a32 a33. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ് a13ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനർ ഏതാണ്? m13 ആണ് അല്ലേ? m13 ആണ്. ഇനി m13 നമുക്ക് എങ്ങനെ കിട്ടുക? അതിന്റെ ഫസ്റ്റ് റോയും തേർഡ് കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് അല്ലെ. ഇതിന്റെ ഫസ്റ്റ് റോ ഇത് ഡിലീറ്റ് ആകാം, തേർഡ് കോളം ഡിലീറ്റ് ആകാം. ബാക്കി എന്ത് വരും? ഡിറ്റർമിനന്റ് ഓഫ് a21 a22 a31 and a32. ഇങ്ങനെയാണ് നമുക്ക് കാണാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ a22ന്റെ എന്ന് പറഞ്ഞേ a22ന്റെ മൈനർ എങ്ങനെയായിരിക്കും വരിക? a22ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനർ എന്തായിരിക്കും? m22 എങ്ങനെ കിട്ടുക? സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ള ഡിറ്റർമിനന്റ്. ഓക്കെ ആണല്ലോ. എന്ത് വരും? സെക്കൻഡ് റോയും സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്തു ബാക്കി വരിക a11 a13 a31 a33. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2x2 മെട്രിക്സിന്റെ മൈനർ കാണാം. എങ്ങനെയായിരിക്കും? നമുക്ക് 2x2 മെട്രിക്സ് കൺസിഡർ ചെയ്യാം. 2x2 മെട്രിക്സിനെ ഞാൻ b എന്ന് വിളിച്ചു. b equal to b11 b12 b21 b22 ഞാൻ എടുത്തു. ഓക്കെ ആണല്ലോ. ഇനി ഒരു മെട്രിക്സ് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിന്റെ b12 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുക? മൈനറെ നമ്മൾ m എന്നാണ് അല്ലേ? m12 ആയിരിക്കും ഇതിന്റെ മൈനർ. ഓക്കെ, m12 ഈക്വൽ ടു എന്തായിരിക്കും? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ആക്കുക. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഡിലീറ്റ് ആക്കി കഴിയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഡിറ്റർമിനന്റ് ഓഫ് b21 ആണ് അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് b21 ഈക്വൽ ടു എന്തായിരുന്നു? b21 തന്നെയാണ് അല്ലേ? ഈ ഒരു ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താണ്? b21 ആണ്. നമ്മൾ ഈ ഡിറ്റർമിനന്റ് നമ്മൾ എഴുതാറില്ലായിരുന്നു അല്ലേ? ഇങ്ങനെ എഴുതാറില്ലായിരുന്നു. ഒരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് വെച്ചാൽ റോയും കോളവും മാറ്റി ബാക്കിയുള്ളത് തന്നെയായിരുന്നു ഡിറ്റർമിനന്റ് ഈക്വൽ ടു b21 എന്നാണ്. അങ്ങനെയാണെങ്കിൽ b21 എങ്ങനെയായിരിക്കും എഴുതുക? b21 ഈക്വൽ ടു ന്റെ മൈനർ എന്തായിരിക്കും? m21 ആണ്. m21 വരുമ്പോ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം ഡിലീറ്റ് ആക്കുക. ബാക്കി വരുന്നത് b12 ആണ്. ഓക്കെ ആണല്ലോ. 3x3 മെട്രിക്സിലും 2x2 മെട്രിക്സിലെ മൈനർ കാണാൻ നമുക്ക് പഠിച്ചു. ഓക്കെ ആണല്ലോ. ഇനി ഇതിനോട് തന്നെ അറിഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമാണ് കോഫാക്ടർ. കോഫാക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. കോഫാക്ടർ എന്ന് പറയുന്നത് സൈൻഡ് മൈനറിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ്? മൈനറിന് ഒരു സൈൻ കിട്ടുന്നതിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് വിളിക്കാറ്. ഓക്കെ ആണല്ലോ. നമ്മൾ മൈനർ ആണ് നമ്മളിപ്പം പഠിച്ചത് അല്ലെ? മൈനർ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ aij എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ മൈനറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക mij എന്നാണ്. അത് കിട്ടുന്നത് എങ്ങനെയാണ്? ith റോനെ ഡിലീറ്റ് ചെയ്യുക, jth കോളത്തെ ഡിലീറ്റ് ചെയ്യുക, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കാണുക. ഓക്കെ ആണല്ലോ. മൈനർ കാണാൻ അറിയാമെങ്കിൽ മൈനറിന് സൈൻ കൊടുക്കുന്നതാണ് നമ്മൾ കോഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കോഫാക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് c എന്നോ അല്ലെങ്കിൽ a എന്നോ ആണ്. ഓക്കെ, c എന്നോ a എന്നോ ആണ്. ഇനിയിപ്പം നമ്മുടെ എലമെന്റ് aij ആണെങ്കിൽ aij ആണ് നമ്മളുടെ എലമെന്റ് എങ്കിൽ നമ്മുടെ കോഫാക്ടറെ നമ്മൾ ഡിനോട്ട് ചെയ്യുക cij or aij എന്നായിരിക്കും. ഓക്കെ, നമ്മുടെ aij എലമെന്റ് ആണെങ്കിൽ cij അല്ലെങ്കിൽ aij ആയിരിക്കും നമ്മുടെ കോഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ മൈനറിന് സൈൻ കൊടുക്കുന്നതാണ് കോഫാക്ടർ. ഓക്കെ, കോഫാക്ടർ ഞാൻ aij നെ ഞാൻ ഡിഫൈൻ ചെയ്തത് ഈക്വൽ ടു -1 raised to I plus j
MIJ എന്നാണ്. എന്താണ് AIJ എന്ന് പറയുന്ന എലമെന്റിന്റെ കോഫാക്ടറിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? -1 raised to I plus j MIJ. മൈനറിന്റെ കൂടെ -1 raised to I plus j ചെയ്യുന്നതാണ്. ഓക്കെ ആണോ? ഇനിയിപ്പോ നോക്കാം, നമ്മുടെ -1 raised to I plus j അല്ലെ, -1 raised to I plus j എന്നാണ്. ഈ I plus j യുടെ വാല്യൂ ഈവൻ ആണെങ്കിൽ, I plus j ഈവൻ ആണെങ്കിൽ, I plus j ഈവൻ എന്ന് വെച്ചാൽ എന്ത് വരും? 2 4 6 8 അങ്ങനെ അല്ലേ, ഈവൻ നമ്പർ ആണെങ്കിൽ -1 raised to നമ്മൾ ഇതിനെ എങ്ങനെ ആയിരിക്കും? -1 raised to ഈവൻ നമ്പർ ആകും. -1 raised to ഈവൻ നമ്പർ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, എന്തായിരിക്കും നമുക്ക് കിട്ടുക? അതൊരു 1 എന്നല്ലേ കിട്ടുക. -1 raised to ഈവൻ നമ്പർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ ആണല്ലോ? എന്നിട്ട് നമ്മുടെ I plus j ഈവൻ ആണെങ്കിൽ നമുക്ക് 1 ആണ് കിട്ടുക. ഇനി I plus j ഓഡ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, ഓഡ് ആണ്. ഓഡ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? -1 raised to ഓഡ് ആണ്. -1 raised to ഓഡ് ഈക്വൽ ടു -1 ആണ്. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ 3x3 മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. 3x3 മെട്രിക്സ് നമുക്ക് A ഈക്വൽ ടു A11 A12 A13 A21 A22 A23 A31 A32 A33 എഴുതാം അല്ലേ, A33 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൈനേഴ്സും കോഫാക്ടേഴ്സും നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. മൈനർ അത് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ആണ്. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ മൈനറിന് സൈൻ കൊടുക്കുന്നതാണ്. നോക്കാലോ, നോക്കിക്കേ, നമ്മുടെ ഫസ്റ്റ് എലമെന്റ് A11 എന്ന് പറയുമ്പോൾ നമ്മൾ കോഫാക്ടർ കാണുന്നത് എങ്ങനെയായിരുന്നു? കോഫാക്ടർ A11 ആണ്. AIJ ക്ക് പകരം A11 ആണ്. A11 എന്ന് പറയുന്ന എലമെന്റ് കറസ്പോണ്ടിങ് ആണ്. A11 equal to -1 raised to 1 plus 1 M11 ആയിരുന്നു അല്ലേ? ഇങ്ങനെയല്ലേ? നമ്മൾ എങ്ങനെയായിരുന്നു AIJ നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? AIJ equal to -1 raised to I plus j MIJ എന്നായിരുന്നു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഐക്കും ജെക്കും 1 വരുമ്പോൾ നമ്മുടെ കോഫാക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ? ഈക്വൽ ടു -1 raised to 2 which equal to 1 ആണ്. ഇത് M11 ആണ്. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് എലമെന്റ് നോക്കാം, A12 നെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? -1 raised to 1 plus 2 M12. ഓക്കെ ആണല്ലോ? അല്ലേ? -1 raised to 1 plus 2 means -1 raised to 3. -1 raised to 3 എന്തായിരിക്കും കിട്ടുക? -1 into M12 എന്നാണ് കിട്ടുക അല്ലേ? -1 into M12 equal to -M12 ആണ്. ഓക്കെ ആണല്ലോ? ഈ നെക്സ്റ്റ് എലമെന്റ് നോക്കാം, A13 ആണ്. A13 equal to -1 raised to 1 plus 3 M13 ആണ്. which equal to -1 raised to 4 equal to 1 ആണ്. M13 എന്ന് തന്നെയാണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി അടുത്ത എലമെന്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് which means A21 അല്ലേ? A21 equal to -1 raised to 2 plus 1 M21 ആണ്. ഈക്വൽ ടു -1 raised to 3 ആണ് വരുന്നത്, അത് -1 ആണ്. -1 into M21 equal to -M21 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? A22 ആണ്. A22 നെ നമുക്ക് -1 raised to 2 plus 2 അല്ലേ? 2 plus 2 ആണ്. M22 ആണ്. which equal to എന്ത് കിട്ടും? M22 എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെയാണ്? A23 നെ നമുക്ക് ഇനി എഴുതി നോക്കണോ? വേണ്ടല്ലോ. 2 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും, അത് ഓഡ് ആണ്. -1 raised to 5 എന്ന് പറയുന്നത് -1 ആണ്. മൈനസ് ഇൻറ്റു M23 ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ വരിക? A31 വരും. 3 plus 1 equal to 4 ആണ്. നമുക്ക് വരാം M31 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് A32 ആണ്. 3 plus 2 5 വരും. -1 raised to 5 മൈനസ് ആണ്, -M32. നെക്സ്റ്റ് എലമെന്റ് A33 എന്താണ്? 3 plus 3 6 1 ആണ് വരിക. -1 raised to 6 1 വരും. അതേപോലെ തന്നെ M33 കിട്ടും. ഓക്കെ ആണല്ലോ? എന്നിട്ട് നമ്മൾ നമ്മുടെ കോഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിച്ചല്ലേ? കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നോക്കാം, കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ നോക്കിക്കേ, നമ്മുടെ എലമെന്റ്സ് എന്താ വരുന്നത്? ഫസ്റ്റ് എലമെന്റ് നമുക്ക് സൈൻ ഏതാ വന്നേക്കുന്നത്? പ്ലസ് ആണ്. ഫസ്റ്റ് എലമെന്റ് സൈൻ പ്ലസ് ആണ്. രണ്ടാമത്തെ എലമെന്റ് സൈൻ ഏതാണ്? മൈനസ് ആണ്. തേർഡ് എലമെന്റിന്റെ സൈൻ പ്ലസ് ആണ്.
അടുത്തത് മൈനസ് പ്ലസ്, അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ് പ്ലസ് എന്നുള്ള രീതിയിലാണ് വന്നത് അല്ലെ. നമുക്ക് അതിനെ നമ്മൾ നേരത്തെ ഡിറ്റർമിനന്റ് പഠിക്കാൻ നേരത്തെ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലെ, സൈനിന്റെ കേസ് എങ്ങനെയായിരുന്നു, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ് പ്ലസ് വരും എന്ന് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് എലമെന്റിന്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്, സെക്കൻഡ് എലമെന്റ് ആയപ്പോൾ മൈനസ് ആയി, തേർഡ് ആയപ്പോൾ പ്ലസ് ആയി. ഒരു ഫസ്റ്റ് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് റോ നോക്കാം, മൈനസ് ആയി പ്ലസ് ആയി മൈനസ് ആയി. തേർഡ് റോ നോക്കിക്കേ, തേർഡ് റോയിൽ അതേപോലെ തന്നെ പ്ലസ് മൈനസ് പ്ലസ്. എന്നിട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്ന് കൊടുക്കാം അല്ലെ. ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും ആയിട്ട് പോകുന്നു. എന്നിട്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക, അന്നേരം ഈ രീതിയിലായിരിക്കും നമ്മളുടെ കോഫാക്ടേഴ്സിന്റെ സൈൻ വരുന്നത്. ഇനിയിപ്പോ നമുക്ക് സൈൻ നോക്കാനായിട്ട് -1/i+j എന്നുള്ള രീതിയിൽ ഇനി നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് മൈനർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കോഫാക്ടർ കൊടുക്കാം. എങ്ങനെ, ഫസ്റ്റ് എലമെന്റ് ആണെങ്കിൽ പ്ലസ് സൈൻ കൊടുക്കാം. ഇനിയിപ്പോ ഈ ഒരു എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് സൈൻ കൊടുക്കുക, ഈ എലമെന്റ് ആണെങ്കിൽ അവിടെ മൈനസ് സൈൻ കൊടുക്കുക. ഡയറക്റ്റ് മൈനർ കണ്ടുപിടിച്ച് കോഫാക്ടറിലോട്ട് എത്താവുന്നത്. നമ്മളിപ്പോ മൈനറും കോഫാക്ടറും കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് ദ മൈനർ ആൻഡ് കോഫാക്ടർ ഓഫ് ദ എലമെന്റ്സ് a23 and 32 a32 ഇൻ ദ ഡിറ്റർമിനന്റ്. നമുക്കൊരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട് അല്ലെ, ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. അതിന്റെ a23യുടെയും a32യുടെയും മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. a23 എന്ന് പറയുന്ന എലമെന്റ് ഏതാണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. a23 എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലെ തേർഡ് എലമെന്റ് അല്ലെ, സെക്കൻഡ് റോയിലെ തേർഡ് എലമെന്റ്, ഇതാണ് നമ്മുടെ a23. ഓക്കെ, അങ്ങനെയാണെങ്കിൽ a23 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനറിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, നമ്മുടെ മൈനറിനെ ഡിനോട്ട് ചെയ്യുന്നത് m23 എന്നാണ്. ഓക്കെ, m23 എങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്, m23 എങ്ങനെയാണ്, സെക്കൻഡ് റോയും തേർഡ് കോളം, ആ എലമെന്റ് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ആക്കുക, ശേഷമുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കാണുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് ഏതാണ്, ഇതുമാണ് നമ്മൾ ഡിലീറ്റ് ആക്കുക. ബാക്കിയുള്ള ഡിറ്റർമിനന്റ് പറഞ്ഞേ 1 0 3 2 അല്ലെ, വിച്ച് ഈക്വൽ ടു എന്ത് വരും, 2 - 0 വിച്ച് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, അങ്ങനെ മൈനർ നമ്മൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ കോഫാക്ടർ എന്തായിരിക്കും, ആ എലമെന്റ് കോഫാക്ടർ എന്താണ്, a23 ആണ് അല്ലെ. a23 എന്ന് പറയുന്ന എലമെന്റ് എവിടെയാ വരിക, ഇവിടെയാ വരിക അല്ലെ. 23 എന്ന് പറഞ്ഞ എലമെന്റ് അവിടെ വരും. നമ്മുടെ സൈൻ ഏതായിരുന്നു, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈൻ ഏതാ വരിക, മൈനസ് ആണല്ലേ വരിക. മൈനസ് ഓഫ് മൈനർ ഏതാണ്, m23 ഇങ്ങനല്ലേ ഇതാണ്, ഈക്വൽ ടു മൈനസ് മൈനറിന്റെ വാല്യൂ ഏതാണ്, 2 ആണ്. ഓക്കെ, മൈനറിന്റെ വാല്യൂ 2 കിട്ടിയപ്പോൾ നമ്മുടെ കോഫാക്ടറിന്റെ വാല്യൂ നമുക്ക് -2 കിട്ടി. എങ്ങനെ ചെയ്തു, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക, പൊസിഷൻ അനുസരിച്ച് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക, അതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തത് a32 ആണ് അല്ലെ. a32യുടെ വാല്യൂ നോക്കാം. a32 എന്ന് പറയുന്ന എലമെന്റ് ഏതായിട്ട് വരും ഇതില്, a32 എന്ന് പറയുന്നത് ഏത് എലമെന്റ്, നമ്മുടെ a32 തേർഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് അല്ലെ, ഇതാണ് നമ്മുടെ a32 എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട റോയും കോളം ഏതാണ്, ഡിലീറ്റ് ചെയ്യേണ്ട റോയ് എന്ന് പറയുന്നത് ഇതാണ് കോളം, ഇതാണ് നമ്മുടെ റോ. ബാക്കി എന്ത് വരും, ബാക്കിയുള്ളവരെ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് നമ്മുടെ മൈനർ എങ്ങനെയാണ്, m32 ആണ് അല്ലെ. m32 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എന്താണ്, അത് നിൽക്കുന്ന റോയും കോളവും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ഡിറ്റർമിനന്റ് എന്താണ്, 1 3 2 4 ആണല്ലോ. ഇതാണ് നമുക്ക് കിട്ടുക. ഈക്വൽ ടു ഡിറ്റർമിനന്റ് കാണാൻ അറിയാം, എന്താണ് 1 × 4 which equal to 4 minus 2 × 3 equal to 6 which equal to -2 ആണ്. ഓക്കെ ആണല്ലോ, -2 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കോഫാക്ടർ കണ്ടുപിടിക്കണം അല്ലെ. കോഫാക്ടറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, a23 എന്നാണ്. a23 ഈക്വൽ ടു എന്തായിരിക്കും, 23യുടെ പൊസിഷൻ 32 ആണ് അല്ലെ, a32 ആണ്. a32 ഈക്വൽ ടു പൊസിഷൻ നോക്കാം. 32 എന്ന് പറയുന്നത് ഇവിടെ വരും അല്ലെ. അതിന്റെ സൈൻ ഏതാണ്, മൈനസ് ആണ്, -m32 ആണ്. -m32 മൈനസ് ഓഫ് m32ന്റെ വാല്യൂ നമുക്ക് -2 എന്നാണ്. -2 ഈക്വൽ ടു എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. നമുക്ക് അന്നേരം
ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കാൻ അറിയാം, കോഫാക്ടറും കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. ഇനി ഇപ്പൊ നമ്മുടെ കോഫാക്ടറിൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഓക്കെ, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഡിറ്റർമിനന്റ് എടുത്തിട്ടുണ്ട്, ഒരു 3/3 ഡിറ്റർമിനന്റ് ആണ്. 3/3 ഡിറ്റർമിനന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് കാണാൻ അറിയാം അല്ലെ? എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു റോയോ ഏതെങ്കിലും ഒരു കോളമോ വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനെ ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ഫസ്റ്റ് എന്റെ സൈൻ ഏതാണ്? പ്ലസ് മൈനസ് പ്ലസ് ആണ്. അതായത് ഫസ്റ്റ് എലമെന്റ് A11 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ഏതാണ് വരിക? അത് നിൽക്കുന്ന റോയും കോളവും മാറ്റി ബാക്കിയുള്ളത് എന്താണ്? A22 A23 A32 A33. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? A12 ആണ്. അതിന്റെ സൈൻ ഏതാണ്? മൈനസ് A12. അത് നിൽക്കുന്ന റോയും കോളവും മാറ്റി ബാക്കി എന്തുണ്ട്? അത് നിൽക്കുന്ന റോയും കോളവും മാറ്റുമ്പോൾ A21 ഉണ്ട്, A23 ഉണ്ട്, നെക്സ്റ്റ് A31 ഉണ്ട്, A33 ഉണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത എലമെന്റ് ഏതാണ്? A13 ആണ്. അതിന്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്, പ്ലസ് A13 ഡിറ്റർമിനന്റ് ഏതാ വരിക? അത് നിൽക്കുന്ന റോയും കോളവും മാറ്റി ബാക്കി എന്ത് വരും? A21 A22 A31 A32. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനിയിപ്പോ നോക്കാം. ഞാൻ ഇതിനെ ഒന്ന് മൈനസ് A12 ഞാൻ വേറൊരു രീതിയിലേക്ക് ആക്കാം. എങ്ങനെ എഴുതാം? A11 ഡിറ്റർമിനന്റ് A22 A23 A32 A33 മൈനസ് A12 ഞാൻ പ്ലസ് മൈനസ് A12 എന്ന് എഴുതി. മൈനസ് A12 ഇൻറ്റു ഡിറ്റർമിനന്റ് A21 A23 A31 A33 എന്ന് എഴുതി. ഓക്കെ, ഇത് നോക്കിക്കേ. പ്ലസ് മൈനസ് A12 ഞാൻ പ്ലസ് മൈനസ് A12 എന്നാക്കി. പ്ലസ് ഇൻറ്റു മൈനസ് വന്നാൽ മൈനസ് തന്നെയാണ് വരുന്നത്. ഇതിന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല അല്ലെ? ഒരു സെക്കൻഡ് എലമെന്റ് ജസ്റ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതി. ഓക്കെ, പ്ലസ് A13 ഇൻറ്റു ഡിറ്റർമിനന്റ് A21 A22 A31 A32. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതി. ഇനി നോക്കാം. സെക്കൻഡ് എലമെന്റ് ഞാൻ വേറൊരു ചേഞ്ച് വരുത്താണ്. ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ഈ മൈനസ് A12 ഞാൻ ഇതിന് കൊടുത്തു. ഓക്കെ, ഈ ഒരു ഡിറ്റർമിനന്റ് ഞാൻ മൈനസ് കൊടുത്തു. അങ്ങനെയാണ് നമ്മുടെ ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ലല്ലോ. നമ്മുടെ ഈ മൈനസ് ഇവിടെ പ്ലസിലൂടെ വരുമ്പോൾ അത് മൈനസ് ആയിട്ട് തന്നെ വരും. ഇത് ഞാനിപ്പോ ആദ്യം എഴുതിയ സ്റ്റെപ്പ് ചെയ്യുക, അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പായിട്ട് എഴുതുക. ഓക്കെ, ഞാനൊരു സ്റ്റെപ്പ് ഞാൻ അവിടെ കുറച്ച് എഴുതിയേക്കാം കേട്ടോ. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാലും ഈ മൈനസ് സൈനെ ഞാൻ ഈ മൈനസ് A12 മൈനസ് സൈനെ ഞാൻ ഡിറ്റർമിനന്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നോക്കിക്കാൻ മക്കളെ, എല്ലാവരും നോക്കാം. നമ്മുടെ ഫസ്റ്റ് എലമെന്റ് A11 ഇൻറ്റു നമ്മൾ കൊടുത്തേക്കുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് A22 A23 A32 A33. ഇത് നമ്മൾ എവിടെയെങ്കിലും കണ്ടതായിട്ടുണ്ടോ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് നമ്മളുടെ ഇത് എന്ന് പറയുന്നത്? നോക്കാം. ഇത്രയും എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളുടെ ഫസ്റ്റ് എലമെന്റിന്റെ A11ന്റെ കോഫാക്ടർ ആണ് അല്ലെ? കോഫാക്ടറിന്റെ സൈൻ ഏതാണ്? ഇതിന്റെ സൈൻ പ്ലസ് മൈനസ് പ്ലസ് എന്നാണ്. ഫസ്റ്റ് എലമെന്റിന്റെ കോഫാക്ടറിന്റെ സൈൻ എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു അല്ലെ? നമുക്ക് നോക്കാം ഇത് കോഫാക്ടർ ആണോ നോക്കാം. നോക്കിക്കേ, നമ്മുടെ A11 ക്യാപിറ്റൽ A11 എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്ലസ്. സൈൻ എന്താണ്? പ്ലസ് അല്ലെ? ആദ്യത്തെ സൈൻ പ്ലസ് ആണ്. പ്ലസ് M11 ആണ് വരിക അല്ലെ? M11 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം മാറ്റാം. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം മാറ്റാൻ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു A22 A23 A32 A33 എന്നാണ് കിട്ടുക അല്ലെ? ഇതിന്റെ ഡിറ്റർമിനന്റ് ഇങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടാം ആണല്ലോ. അതേപോലെ നോക്കാം. സെക്കൻഡ് എലമെന്റ് ഏതാണ്? A12 അല്ലെ? A12ന്റെ കോഫാക്ടർ നോക്കാം. A12ന്റെ കോഫാക്ടർ വരുമ്പോൾ അതിന്റെ സൈൻ എന്തായിരുന്നു? മൈനസ് ആണ് അല്ലെ? മൈനസ് ഓഫ് M12 ആണ് വരിക. ഈക്വൽ ടു മൈനസ് M12 എന്താ? സെക്കൻഡ് കോളവും ഫസ്റ്റ് റോയും തമ്മിൽ ഡിലീറ്റ് ആക്കിയിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് എന്താണ്? A21 വരും. അതേപോലെ തന്നെ A23 വരും. നെക്സ്റ്റ് A31 വരും. അതേപോലെ തന്നെ A33 വരും. ഇങ്ങനെ ആയിരുന്നല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ അത് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് എലമെന്റ് നോക്കാം. നെക്സ്റ്റ് എലമെന്റ് A13 ആണ്. A13യുടെ നമുക്ക് കോഫാക്ടർ കണ്ടുപിടിക്കാം. A13യുടെ കോഫാക്ടർ എന്താ വരിക? അതിന്റെ സൈൻ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. പ്ലസ് M13 ആണ്. M13 എങ്ങനെയായിരുന്നു? ഫസ്റ്റ് റോയും തേർഡ് കോളം തമ്മിൽ ഡിലീറ്റ് ആക്കുക. ഫസ്റ്റ് റോ തേർഡ് കോളം ഡിലീറ്റ് ആക്കുക. നമുക്ക് വരിക A21
A22 A31 A32. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരിക. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ചെക്ക് ചെയ്തേ നമ്മുടെ A22 A23 A32 A33. അതിന് പകരമായിട്ട് നമുക്ക് A11 കൊടുത്തൂടെ ഇല്ലേ? ഇതിന്റെ പകരമായിട്ട് നമുക്ക് A11 കൊടുക്കാം. ഈക്വൽ ടു A11 ഇൻറ്റു ക്യാപിറ്റൽ A11 പ്ലസ് നോക്കുക അടുത്ത എലമെന്റ് A12 ആണ്. A12 ഇൻറ്റു മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ദിസ് വാല്യൂ ഈക്വൽ ടു എന്ത് കൊടുക്കാം? നമുക്ക് സെയിം സാധനമാണ് അല്ലേ, A12 എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. A12 പ്ലസ് അടുത്ത ഏതാണ്? A13 ആണ്. ഇനി ഈ ഒരു ഡിറ്റർമിനന്റ് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? A13 ക്യാപിറ്റൽ A13 കൊടുക്കാം അല്ലേ, ക്യാപിറ്റൽ A13. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഫാക്ടർ ആണ്. ഇത് നമ്മുടെ സെക്കൻഡ് എലമെന്റ് കോഫാക്ടർ, ഇത് തേർഡ് എലമെന്റ് കോഫാക്ടർ ആണ്. അത് നമ്മൾ മാറ്റി കൊടുത്തു. അത് നമുക്ക് ഇപ്പൊ എന്താണ് കിട്ടിയത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നായിരുന്നു? നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. ഡിറ്റർമിനന്റ് വാല്യൂവിനെയാണ് നമുക്കിപ്പോ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്തറിയാം? ഡെൽറ്റ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഈക്വൽ ടു A11 അതിന്റെ കോഫാക്ടർ പ്ലസ് A12 അതിന്റെ കോഫാക്ടർ പ്ലസ് A13 അതിന്റെ കോഫാക്ടർ എന്ന് എഴുതാം. ഓക്കെ, എന്നാൽ നമുക്ക് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഫസ്റ്റ് റോയിനെ അതിന്റെ കോഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഡിറ്റർമിനന്റ്. ഓക്കെ ആണല്ലോ. നമ്മളിവിടെ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഇനിയിപ്പോ നമ്മൾ സെക്കൻഡ് റോ വെച്ചായിരുന്നു എക്സ്പാൻഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടുക എങ്ങനെയായിരിക്കും? ഇതേപോലെ തന്നെ ആയിരിക്കും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുക. നമ്മുടെ ഡെൽറ്റ ഈക്വൽ ടു എ സെക്കൻഡ് റോ ആകുമ്പോൾ A21 ആകും. അതിന്റെ കോഫാക്ടർ A21 പ്ലസ് A22 ഇൻറ്റു A22 പ്ലസ് A23 ഇൻറ്റു A23 എന്ന് വന്നിരുന്നേനെ. ഓക്കെ ആണോ? ഇങ്ങനെ വരും. സെക്കൻഡ് റോ ഉപയോഗിച്ചായിരുന്നെങ്കിൽ. ഇനിയിപ്പോ കോളം ഉപയോഗിച്ചായിരുന്നെങ്കിലും ഇതേപോലെ തന്നെ വരുള്ളായിരുന്നു. ഓക്കെ, എന്നാലും നമുക്ക് എന്ത് ജനറലൈസ് ചെയ്ത് എന്ത് പറയാൻ പറ്റും? നമുക്ക് എന്ത് പറയാം? ഒരു മെട്രിക്സിന്റെ അതിന്റെ എലമെന്റ്സിനെ അതിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും അതിന്റെ ഡിറ്റർമിനന്റ്. ഓക്കെ ആണല്ലോ. ഒരു ഡിറ്റർമിനന്റ് നമുക്ക് ഒരു എലമെന്റ് ഒരു റോയിലെ എലമെന്റ്സിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ പറയാൻ നോക്കിക്കേ? Delta equal to, that means determinant is the sum of the product of any two rows with the corresponding cofactors. നമ്മൾ പറഞ്ഞത് തന്നെ റോയുടെ കേസിലായാലും കോളത്തിന്റെ കേസിലായാലും അതിലെ എലമെന്റ്സിനെ അതിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഡിറ്റർമിനന്റ്. ഒരു റോയിലെ അതേ എലമെന്റ്സിനെ അതിന്റെ കോഫാക്ടർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ്. നോക്കാം, if elements of a row or column are multiplied with cofactors of any other row then their sum is 0. എന്താണ്? ഏതെങ്കിലും ഒരു റോയിനെ വേറൊരു റോയുടെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെക്ക് ചെയ്യാം? ഞാനൊരു ഡിറ്റർമിനന്റ് എടുക്കാണ്. A ഈക്വൽ ടു മെട്രിക്സ് ആണ് എടുക്കുന്നത്. A ഈക്വൽ ടു A11 A12 A13 നെക്സ്റ്റ് A21 A22 A23 നെക്സ്റ്റ് റോ A31 A32 A33. ഓക്കെ, ഈ ഒരു മെട്രിക്സ് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഒരു റോയിലെ എലമെന്റ്സിനെ വേറൊരു റോയുടെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ 0 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സിനെ സെക്കൻഡ് റോയിലെ എലമെന്റ്സിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് എന്ന് വെച്ചാൽ A11നെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സിനെ സെക്കൻഡ് റോയുടെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വെച്ചാൽ എന്ത് കിട്ടും? A11 A21 പ്ലസ് A12 A22 പ്ലസ് A13 A23. ഇതാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഇതിന്റെ വാല്യൂ 0 ആണ് കിട്ടുന്നതെന്നാണ് നമ്മളോട് റിസൾട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. ഫസ്റ്റ് എലമെന്റ് A11 ഇൻറ്റു കോഫാക്ടർ ഇൻറ്റു A21. A21 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ എലമെന്റ് ആണ് അല്ലെ. അതിന്റെ സൈൻ ഏതാണ്? മൈനസ് ആണ്. ഇതിന്റെ സൈൻ പ്ലസ്, ഇത് മൈനസ് ആണ്. ഇതിന്റെ സൈൻ മൈനസ് ആണ്. മൈനസ് ഓഫ് A21 കോഫാക്ടർ കണ്ടുപിടിക്കാൻ അതിന്റെ റോയും കോളവും ഡിലീറ്റ് ആക്കുക. ബാക്കി എന്ത് വരും? ഡിറ്റർമിനന്റ് ഓഫ് A12 A13 A32 A33. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? പ്ലസ് A12
A12 എന്ന് പറയുന്നത് A12 നമുക്ക് കോഫാക്ടർ കണ്ടുപിടിക്കേണ്ടത് A22 ന്റെ ആണ്. A22 എന്ന് പറഞ്ഞാൽ അതിന്റെ സൈൻ വരുന്നത് പ്ലസ് ആണ്. ഇനി അത് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ആയിട്ട് ബാക്കി വരുന്നത് ഏതുണ്ട്? A11 ഉണ്ട്, A13 ഉണ്ട്, A31 ഉണ്ട്, A33 ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പ്ലസ് A13 into cofactor of A23. A23 എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? അതിന്റെ സൈൻ ഏതാണ്? മൈനസ് സൈൻ ആണ്. മൈനസ് സൈൻ അത് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ആക്കിയിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് ഏതാ വരിക? ഇതും ഡിലീറ്റ് ആക്കുക. ബാക്കി വരുന്നത് A11, A12, A31, A32. ഓക്കെ ആണല്ലോ. ഇതായിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, ഇനിയിപ്പോ നോക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് മൈനസ് സൈനെ ഞാൻ മൈനസ് A11 ഡിറ്റർമിനന്റ് ഓഫ് A12, A13, A32, A33 എന്നാക്കി. ഓക്കെ, പ്ലസ് A12 ഡിറ്റർമിനന്റ് A11, A13, A31, A33 മൈനസ് A13 ഡിറ്റർമിനന്റ് A11, A12, A31, A32. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആക്കി. എന്തെടുത്തു? പ്ലസ് ആയി മാറ്റി നമ്മൾ കോമൺ ആയിട്ട് മൈനസ് സൈനെ കൊടുത്തു. ഇനിയിപ്പോ നോക്കിക്കേ, നമ്മൾ ഡിറ്റർമിനന്റ് കാണാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് റോ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നു, അത് നിൽക്കുന്ന റോയും കോളവും മാറ്റി ബാക്കിയുള്ള ഡിറ്റർമിനന്റ് എഴുതുന്നു. അങ്ങനെയായിരുന്നു അല്ലെ? അങ്ങനെയായിരുന്നു ഏതൊരു കേസിൽ നമ്മൾ എഴുതാം. ഓക്കെ, അതിന് A11 എന്ന് പറയുന്നത് ഏതാണ്? A11 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് ആണ് അല്ലെ? A11 is the first element ആണ്. അതായത് നമുക്ക് നോക്കാം, ഫസ്റ്റ് എലമെന്റിന്റെ സൈൻ എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു അല്ലെ? ഇവിടെ പക്ഷെ നമുക്ക് വന്നേക്കുന്നത് എന്താണ്? മൈനസ് സൈൻ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ മൈനസ് സൈൻ എല്ലായിടത്തും ഒരു കോമൺ എടുക്കാണ്. മൈനസ് ഓഫ് വലിയ ബ്രാക്കറ്റിൽ A11 എല്ലാ ടേമിൽ 3 ടേമിൽ നിന്ന് മൈനസ് സൈൻ നമ്മൾ കോമൺ എടുക്കാണ്. A11 ഡിറ്റർമിനന്റ് ഓഫ് A12, A13, A32, A33. ഈ ഒരു ടേമിൽ നിന്ന് മൈനസ് സൈൻ കോമൺ എടുക്കുമ്പോൾ ഇവിടെ വരും മൈനസ് A12 ഡിറ്റർമിനന്റ് A11, A13, A31, A33. ഈ ഒരു ടേമിൽ നിന്ന് മൈനസ് സൈൻ പോയി കഴിഞ്ഞാൽ പ്ലസ് A13 ഡിറ്റർമിനന്റ് A11, A12, A31, A32. ഓക്കെ, ഇനി നോക്കാം. നമ്മുടെ ഫസ്റ്റ് എലമെന്റ് A11 ആണ്. നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കുന്ന അതേ രീതിയിലാണ് എടുക്കുന്നത് അല്ലെ? അതിന്റെ സൈൻ ഏതാണ്? പ്ലസ് ആണ്. സെക്കൻഡ് മൈനസ് പ്ലസ്. ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് വെച്ച് ഡിറ്റർമിനന്റ് വാല്യൂ ചെയ്തിരിക്കുന്ന രീതിയിലാണ് നടക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മെട്രിക്സ് ഒന്ന് എഴുതി നോക്കാം. മെട്രിക്സ് എങ്ങനെയാ വരിക? അല്ലെങ്കിൽ ആ ഡിറ്റർമിനന്റ് എങ്ങനെയാ വരിക? ഫസ്റ്റ് എലമെന്റ് A11 എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്തത് A11 നിൽക്കുന്ന റോയിനെയും A11 നിൽക്കുന്ന കോളത്തിനെയും എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള എലമെന്റ്സിനെ ഡിറ്റർമിനന്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എവിടെ വരുന്ന എലമെന്റ്സ് ആണോ? ഇവിടെ ഉള്ളതാണ് അല്ലെ? A12 വരും, A13 വരും, അതേപോലെ തന്നെ A32, A33 വരും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇനി നെക്സ്റ്റ് ഏതായിരുന്നു? നെക്സ്റ്റ് എലമെന്റ് എടുത്തിരിക്കുന്നത് ഏതാണ്? A12 അല്ലെ? A12 എന്ന് പറയുന്ന എലമെന്റ് എവിടെയാണ്? ഇവിടെയാണ് വരുന്നത്. A12 ഇവിടെ എടുത്തു. അങ്ങനെയാണെങ്കിൽ അത് നിൽക്കുന്ന റോയും കോളവും ഒഴിച്ച് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ആണ് ഇങ്ങനെ എഴുതുക അല്ലെ? അത് നിൽക്കുന്ന റോ ഇതും ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ഏതാണ്? A11, A13 അതേപോലെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ A31. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? A13 അല്ലെ? A13 ഇവിടെയാണ്. അത് നിൽക്കുന്ന റോയും കോളവും ഒഴിച്ച് ബാക്കി വരുന്നതാണ് അവിടെ ഉണ്ടാകുന്നത് അല്ലെ? നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടു. ഓക്കെ ആണ്. ഈ ഒരു ഡിറ്റർമിനന്റിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. എങ്ങനെയാണ്? ഇതിന്റെ ഫസ്റ്റ് റോ ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്തതാണ് മുകളിൽ. നിങ്ങൾക്ക് ഇതൊരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ മുകളിലോട്ട് ജസ്റ്റ് വാച്ച് ചെയ്യുക കേട്ടോ. എന്നാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലാകും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കുക. ഈ ഒരു ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും സെയിം ആണ്. ഒരു ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഈക്വൽ ആണ്. R1 ഈക്വൽ ടു R2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് എന്താണ്? ഒരു ഡിറ്റർമിനന്റിന്റെ 2 റോസോ 2 കോളംസോ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അന്നേരം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 0 കിട്ടി അല്ലെ? എന്നാൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തിരുന്നത്? ഫസ്റ്റ് റോയിലെ എലമെന്റ്സിനെ
സെക്കൻഡ് റോയിലെ എലമെന്റ്സിന്റെ കോഫാക്ടർ കൊണ്ട് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ നമ്മൾ നമ്മുടെ റിസൾട്ട് അല്ലെ പ്രൂവ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു റോയിലെ എലമെന്റ്സിനെ വേറൊരു റോയിലെ എലമെന്റ്സിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 0 കിട്ടുള്ളൂ. ഇതിന് മുമ്പത്തെ പ്രോപ്പർട്ടി നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? ഏതെങ്കിലും ഒരു റോയിനെ അതേ റോയിലെ തന്നെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിനന്റ് കിട്ടും. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മളിപ്പോ മൈനറും പഠിച്ചു, കോഫാക്ടറും പഠിച്ചു, അതിന്റെ രണ്ട് പ്രോപ്പർട്ടിയും പഠിച്ചല്ലേ കോഫാക്ടറിന്റെ. അത് ഉപയോഗിച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മളോട് പറയുന്നത് എന്താണ്? നമുക്കൊരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാം. അതിന്റെ ബി പാർട്ടായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഇത് നമുക്ക് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഫസ്റ്റ് മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാം അല്ലെ. മൈനർ കണ്ടുപിടിക്കാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഡിറ്റർമിനന്റ് ഒന്നുകൂടെ ഒന്ന് എഴുതിയെടുക്കാം. എന്താ വരാ? 2 - 3 5 6 0 4 then 1 5 - 7. ഇതാണ് നമ്മുടെ ഡിറ്റർമിനന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇതിന്റെ മൈനറും കണ്ടുപിടിക്കണം, കോഫാക്ടറും കണ്ടുപിടിക്കണം അല്ലെ. മൈനർ കണ്ടുപിടിക്കാം. മൈനർ ഫസ്റ്റ് എലമെന്റ് മൈനർ ഏതായിരുന്നു? M11 ആണ്. M11 ഈക്വൽ ടു എന്താണ്? അത് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് എന്ത് വരും? 0 4 5 - 7 എന്ന് വരും. ഓക്കെ ആണല്ലോ. which equal to 0 into -7 equal to 0 ആണ്. 0 - 20 equal to -20 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് എലമെന്റ് മൈനർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് എലമെന്റ് മൈനർ നോക്കാം. M12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ള ഡിറ്റർമിനന്റ് അല്ലെ. ഡിറ്റർമിനന്റ് ഓഫ് എന്ത് വരും? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്ത് 6 4 1 - 7 വരും അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? 6 into -7 equal to -42 ആണ്. -42 - 4 is equal to -46 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് എലമെന്റ് M13 equal to ഫസ്റ്റ് റോയും തേർഡ് റോയും കോളം കൂടെ ഡിലീറ്റ് ചെയ്യുക, ബാക്കിയുള്ള ഡിറ്റർമിനന്റ് 6 into 5 which equal to 30 ആണ്. 30 - 0 equal to 30. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ ഒഴിവാക്കി ബാക്കി നമ്മൾ വേഗം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ എക്സാമിന് നമുക്ക് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. മൈനറും കോഫാക്ടറും ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് ഇൻവേഴ്സ് കാണുക എന്നുള്ളതായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് നമുക്ക് വേഗം തന്നെ ചെയ്യാനായിട്ട് പരിചയപ്പെടുക കേട്ടോ. നെക്സ്റ്റ് എലമെന്റ് M21 ആണ്. M21 which means second row first column delete ചെയ്യുക, ബാക്കി വരിക -3 into -7 which equal to 21 in -5 into 5 equal to 25 which equal to -4. ഓക്കെ, നെക്സ്റ്റ് എന്താ വരിക? M22 ആണ്. M22 equal to second row and second column. സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളത്തിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി വരിക എന്താണ്? ബാക്കി വരുന്നത് 2 into -7 equal to -14 ആണ്. നെക്സ്റ്റ് -5 വരും. ഓക്കെ, which equal to -19. നെക്സ്റ്റ് വരിക M23 എന്താ വരിക? 23 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയും തേർഡ് കോളം ഡിലീറ്റ് ചെയ്യുക, ബാക്കി വരിക 2 into 5 equal to 10 minus 1 into 3 equal to -3 which equal to 13. ഓക്കെ, നെക്സ്റ്റ് ഏതാ വരിക? M31 അല്ലേ. M31 എന്ന് വരുമ്പോൾ തേർഡ് റോയിൽ ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്യുക, ബാക്കി വരിക -12 -0 equal to -12 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ M32 എന്താണ്? തേർഡ് റോയും സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്യുക, ബാക്കി എന്താ വരിക? തേർഡ് റോ സെക്കൻഡ് കോളം 4 into 2 equal to 8 minus 6 into 5 equal to 30 വരും which equal to -22. ലാസ്റ്റ് എലമെന്റ് M33 equal to എന്താ വരിക? M33 equal to തേർഡ് റോയും തേർഡ് കോളം ഡിലീറ്റ് ചെയ്യുക, ബാക്കി 2 into 0 equal to 0 minus 6 into -3 which equal to -18 equal to 80 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് മൈനസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോഫാക്ടറിനെ കുറിച്ച് നോക്കാം. കോഫാക്ടർ അറിയുന്നതിന് മുമ്പ് നമ്മൾ എന്തായിരുന്നു അറിയേണ്ടത്? അതിന്റെ സൈൻ അറിയണം അല്ലെ. പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് നമുക്ക് അറിയണം. അത് നമുക്ക് ആദ്യം എഴുതി നോക്കാം. എന്തായിരുന്നു? പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഇങ്ങനെയായിരുന്നു അല്ലെ. ഇങ്ങനെയാണ് നമ്മളെ സൈൻ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കോഫാക്ടർ കണ്ടുപിടിക്കാം. A11 എന്തായിരുന്നു? സൈൻഡ് മൈനർ ആണ് കോഫാക്ടർ. ഇതിന്റെ സൈൻ ഏതാണ്? പ്ലസ് ആണ്. മൈനർ ഏതാണ്? M11 എന്താണ്? M11 ന്റെ വാല്യൂ എന്താണ്?
M11 ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചത് -20 എന്നാണ്. അതാണ് നമ്മുടെ വാല്യൂ ഈക്വൽ ടു -20. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് A12 ആണ് അല്ലേ. A12 അതിന്റെ സൈൻ ഏതാണ്? A12 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അതിന്റെ സൈൻ -M12 ആണ്. -12 equal to -46 ആണ്, which equal to -46 എന്ന് വരും, equal to 46. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് A13 ആണ്. A13 equal to സൈൻ ഏതാണ്? പ്ലസ് ആണ്. M13 ആണ്. M13 എത്രയാണ് നമുക്ക് കിട്ടിയത്? M13 equal to 30 ആണ്. ഓക്കെ, equal to 30 എന്ന് കിട്ടി. നെക്സ്റ്റ് A21, A22, A23, A31, A32, A33. ഇതെല്ലാം നമുക്ക് കിട്ടേണ്ടത്. നമുക്കൊന്ന് വേഗം ചെയ്ത് നോക്കാം. ഇതിന്റെ സൈൻ 2+1, ഇതിന്റെ സൈൻ എന്താ വരിക? മൈനസ് ആണ് വരിക. M21 equal to എന്താ കിട്ടിയ? -4 ആണ്. -4 which equal to 4 വരും. നെക്സ്റ്റ് 22 വരുമ്പോൾ നമുക്ക് വരുന്നത് പ്ലസ് ആണ്. M22 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാം -19 ആണ്. എന്നിട്ട് നമുക്ക് എന്താ വരിക? -19 തന്നെ വരും. നെക്സ്റ്റ് 23 എന്ന് പറയുമ്പോൾ സൈൻ വരുന്നത് നെഗറ്റീവ് ആണ്. M23യുടെ വാല്യൂ നമുക്ക് കിട്ടാം 30 എന്നാണ്. -30 എന്ന് വരും. നെക്സ്റ്റ് വരുന്നത് A31 ആണ്. 31ന്റെ സൈൻ ഏതാണ്? പ്ലസ് ആണ്. അതിന്റെ മൈനർ M31 ആണ്. M31 equal to -12. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? A32 അതിന്റെ സൈൻ ഏതാണ്? മൈനസ് സൈൻ ആണ്. M32യുടെ വാല്യൂ നമുക്ക് കിട്ടിയ -22 ആണ്. അത് +22 എന്നാകും. ഓക്കെ, അതിന്റെ ലാസ്റ്റ് എലമെന്റ് ഏതാണ്? A33യുടെ വാല്യൂ എന്താണ് കിട്ടുക? അതിന്റെ സൈൻ പ്ലസ് ആണ്. പ്ലസ് വാല്യൂ എന്താണ്? M33 equal to 18 ആണ്. അങ്ങനെ നമുക്ക് കോഫാക്ടേഴ്സിന്റെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നമ്മുടെ മൈനറും കണ്ടുപിടിക്കാൻ അറിയാം, കോഫാക്ടറും കണ്ടുപിടിക്കാൻ അറിയാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്? A11 into A31 plus A12 into A32 plus A13 into A33 equal to 0 നമുക്ക് വെരിഫൈ ചെയ്യണം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് റോയിനെ തേർഡ് റോയുടെ കോഫാക്ടറോട് മൾട്ടിപ്ലൈ ചെയ്തത് 0 ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ്? A11 into A31 plus A12 into A32 plus A13 into A33. ഇതിന്റെ വാല്യൂ 0 ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈക്വൽ ടു A11ന്റെ വാല്യൂ എന്താണ്? A11 ഈക്വൽ ടു 2 ആണ്. 2 into A31ന്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്? -12 ആണ്. പ്ലസ് A12ന്റെ വാല്യൂ A12 ഈക്വൽ ടു എന്താണ്? A12 ഈക്വൽ ടു -3 ആണ്. -3 into A32ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 22 ആണ്. പ്ലസ് A13യുടെ വാല്യൂ എന്താണ്? A13 ഈക്വൽ ടു 5 ആണ് അല്ലേ. 5 into A33 which equal to 18 ആണ്. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0 എന്ന് തന്നെയാണ്. ഓക്കെ, എന്നാൽ നമ്മൾ വെരിഫൈ ചെയ്യാൻ പറഞ്ഞു. ഹെൻസ് വെരിഫൈഡ്. ഓക്കെ ആണല്ലോ. നമുക്ക് ഒരു മെട്രിക്സ് ഒരു ഡിറ്റർമിനന്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാൻ അറിയാം. അത് ഉപയോഗിച്ചാണ് നമ്മൾ അതിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ.